നമ്മുടെ കമ്പ്യൂട്ടർ ഓണായി കഴിഞ്ഞ് ഉബുണ്ടു OS സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഡെസ്ക്ടോപ്പാണ് വരിക. പല എൻവിറോൺമെൻറ്റുകളിലും വരാറുണ്ട്. ഇതിൻ്റെ രൂപവും ഒക്കെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ താഴത്തായിരിക്കും ഇത് വരിക. എന്തായാലും നമുക്ക് ആപ്ലിക്കേഷൻസ് സെർച്ച് ചെയ്യാനുള്ള ഈ ഷോ ആപ്ലിക്കേഷൻസ് ഈ 9 ഡോട്ടുകൾ എവിടെയെങ്കിലും കാണും. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. നമുക്ക് ലോഗിൻ ചെയ്യാൻ കൂൾ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ ഫയർഫോക്സ്, ഗൂഗിൾ ക്രോമൊക്കെ ഉപയോഗിക്കാം. വെബ് ബ്രൗസറുകളാണത്. അപ്പോൾ ഞാനിവിടെ എനിക്ക് ഗൂഗിൾ ക്രോം ഉണ്ട്, ഇങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നമുക്കിവിടെ ഫയർഫോക്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഇതിൽ ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് കൂൾ സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. ഞാൻ ഗൂഗിൾ ക്രോമിലാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ മെയിൽ ID ആദ്യം കൊടുത്തിട്ട് ഗൂഗിൾ അക്കൗണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അക്കൗണ്ട് വഴി തുറക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇവിടെ നമ്മൾ കൂൾ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ എൻ്റർ അടിച്ചാൽ ഇങ്ങനെ നമുക്ക് ഫസ്റ്റ് കാണുന്ന cool.kite.kerala.gov.in ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ ലോഗിൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ യൂസർ നെയിമും പാസ്വേഡും നമുക്ക് മെൻറ്റർ തന്നത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ലോഗിൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മുടെ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുള്ള കോഴ്സുകൾ നമുക്കിവിടെ കിട്ടും. ഇതെല്ലാവർക്കും ഉണ്ടാവും. അതായത് നമ്മൾ കൂൾ ബാച്ച് 23 രജിസ്റ്റർ ചെയ്ത എല്ലാവർക്കും ബേസിക് ICT ട്രെയിനിങ് ഫോർ ടീച്ചേഴ്സ് ബാച്ച് 23 എന്നുള്ളത് ഉണ്ടാവും. ഇനി ഇതിവിടെ കാണാതെ ഇവിടെ ഇങ്ങനെ ബ്ലാങ്കായി കിടക്കണം, വൈറ്റ് സ്ക്രീൻ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ വെബ് ബ്രൗസർ, അതായത് ഫയർഫോക്സ് ആണെങ്കിൽ ഫയർഫോക്സ് അപ്ഡേറ്റഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യം പിന്നീട് പറയാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ എന്തായാലും ഇത് നമ്മുടെ കോഴ്സ് തുറക്കുക. അപ്പോൾ നമുക്കിവിടെ ഇൻസ്ട്രക്ഷൻസ് എന്നുള്ളതിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ അവിടെ ഒന്നും വന്നിട്ടില്ല. ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് മെയിലായിട്ട് കുറച്ച് ഫയലുകൾ തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ അതിൽ കാണുന്നില്ല. എന്തായാലും മൊഡ്യൂൾ 1 ഇതാണ് നമുക്കിപ്പോൾ ചെയ്യാനുള്ളത്. മൊഡ്യൂൾ 1 ഇപ്പോൾ വന്നിട്ടുള്ളത്. അങ്ങനെ ഓരോ മൊഡ്യൂൾ വരുമ്പോൾ ഇവിടെ താഴെ മൊഡ്യൂൾ 2 ഒക്കെ വരും. അപ്പോൾ ഇവിടെ വേർഡ് പ്രൊസസ്സേഴ്സ് ഇൻ ക്ലാസ് റൂം എന്നുള്ളതിലാണ് ഇപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് നിങ്ങൾക്ക് മെൻറ്റർ ക്വിസ് എങ്ങനെയാണെന്നുള്ളതും അസൈൻമെൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് തന്നിട്ടുണ്ടാവും. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ആക്ടിവിറ്റികൾ ചെയ്യാനുള്ളത് ഈ വേർഡ് പ്രൊസസ്സേഴ്സ് ഇൻ ക്ലാസ് റൂം എന്നുള്ളതിലാണ്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് കുറച്ച് കാര്യങ്ങൾ എന്താണ് വേർഡ് പ്രൊസസ്സേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. ഈ സൈഡിൽ നമുക്ക് ഈ നമ്മുടെ ആക്ടിവിറ്റികൾ കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് ഇവിടെ ഇത് കണ്ടാൽ WP1 ക്ലാസ് റൂം ഡെക്കോർ. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഇങ്ങനെ വരും. എന്താണ് ഇതിൽ പറയുന്നത് എന്നുള്ളതൊക്കെ ഇത് വായിച്ച് നോക്കണം. ഇനി നമുക്ക് വേണ്ടത് ഇവിടെ നോക്കൂ, നമുക്കിവിടെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് കാണാൻ ഇതിലുണ്ട്. ഹെൽപ്പ് ഫയൽ എന്താണെന്ന് ഇതിലുണ്ട്. ഈ ഹെൽപ്പ് വീഡിയോ പാർട്ട് 1, ഹെൽപ്പ് വീഡിയോ പാർട്ട് 2. അപ്പോൾ നമ്മളിനി ചെയ്യേണ്ടത് ഇതൊക്കെ ക്ലിക്ക് ചെയ്ത് കാണുന്നതിലേറെ നല്ലത് നമുക്കിതാണ് ഡൗൺലോഡ് ഫോർ ഓഫ്ലൈൻ യൂസ് ML. മലയാളമാണെങ്കിൽ അത്, ഇംഗ്ലീഷാണ് ഇംഗ്ലീഷ്. അതായത് നമുക്ക് എപ്പോഴും നമ്മൾ കൂൾ ചെയ്യാനിരിക്കുമ്പോൾ എപ്പോഴും ഈ കൂൾ സൈറ്റിൽ ലോഗിൻ ചെയ്ത് പിന്നെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി ആക്ടിവിറ്റി ക്ലിക്ക് ചെയ്താൽ ആക്ടിവിറ്റി എന്താണെന്ന് കാണും. അപ്പോൾ ഇങ്ങനെ കാണണം എന്നില്ല. നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ പിന്നെ നമ്മൾ കൂൾ ലോഗിൻ ചെയ്യേണ്ടതില്ല ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ഒരു മൊഡ്യൂളിലെ ഈ ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. എല്ലാവരും നമുക്ക് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഹെൽപ്പ് ഫയലൊക്കെ ഇത് ഡൗൺലോഡ് ചെയ്താൽ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് ഈ ഡൗൺലോഡ് ഫോർ ഓഫ്ലൈൻ യൂസ് ML എന്നതിൽ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നോക്കൂ, നമ്മുടെ ഡൗൺലോഡ്സിലേക്ക് നോക്കൂ, WP1ml.zip. ഇവിടെ ആരെങ്കിലും ക്ലിക്ക് ചെയ്താൽ ഇത് ഡൗൺലോഡ് ആവാണ്ട് കുറച്ച് സമയം എടുക്കും, നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചും ഈ ഫയലിൻ്റെ സൈസിനനുസരിച്ചൊക്കെ. അങ്ങനെ ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഒന്നും വെയിറ്റ് ചെയ്യണേ. ഇവിടെ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്കിത് ഡൗൺലോഡ്സിൽ പോയാൽ കാണാൻ കഴിയും. ഇത് മിനിമൈസ് ചെയ്യാം. നമ്മുടെ ഇവിടെ ഫയൽസ് എന്നുള്ളതിൽ ഇതാണ് നമ്മുടെ ഹോം ഫോൾഡർ. ഈ ഫയൽസിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ കുറേ ഫോൾഡറുകൾ ഉണ്ടാവും. ഇതിൽ ഡൗൺലോഡ്സ് ഉണ്ടാവും. ഡൗൺലോഡ്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫോൾഡർ WP1ml.zip ഇങ്ങനൊരു ഫയൽ കിട്ടും. ഇതൊരു സിപ്പ് ഫയലാണ്.
അപ്പോൾ അതിന് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡൗൺലോഡ്സിനകത്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരുപാട് എണ്ണം ഉണ്ടാകും. ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കോൾ ചെയ്തവരും സ്കൂളത്തെ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ ചെയ്തൊക്കെ ഇതിലുണ്ടാവും. അപ്പോൾ നമുക്ക് സൗകര്യത്തിന് ആദ്യം തന്നെ ഈ അല്ലെങ്കിൽ ഈ സമയത്ത് ചെയ്താലും മതി, ഒരു ബാക്കപ്പ് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് ഇപ്പം നിലവിലുള്ളത് മൊത്തം അതിൽ കൊണ്ട് പേസ്റ്റ് ചെയ്യുക. ഇവിടുന്ന് കട്ട് ചെയ്ത് ഇവിടെ പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇവിടെ ഒറ്റ ഫോൾഡറേ ഉണ്ടാവുള്ളൂ. ബാക്കി അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ചെയ്യുന്നതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും, ഡൗൺലോഡ്സ്. ഇനി വേണമെങ്കിൽ ഇത് നമുക്ക് ഇവിടുന്ന് കോപ്പി എടുത്ത് ഹോമിനകത്ത് ഒരു ഫോൾഡറൊക്കെ ആക്കി വെക്കാം. ഞാനിപ്പോൾ ഒന്നും ചെയ്യാൻ, കാരണം ഇത് ഇവിടെ ഫ്രീ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ തന്നെ ചെയ്യാം. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് എക്സ്ട്രാക്ട് ഹിയർ എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മുടെ ഹോമിനകത്ത് ഡൗൺലോഡ്സിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. വേറെ നിങ്ങളുടെ സ്വന്തം പേരിൽ ഫോൾഡർ ഉണ്ടാക്കിയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതേ സംഗതി നമ്മളൊരു ഇതൊരു സിപ്പ് ഫയലാണ്, അത് കെട്ടിക്കൂട്ടിയൊരു ഫയലാണ്, ഫോൾഡറാണ്. അപ്പോൾ ഇത് നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രാക്ട് ഹിയർ കൊടുത്തപ്പോൾ ഇങ്ങനൊരു ഫോൾഡർ പുതിയത് വന്നു. ഇനി ഇതിനകത്താണ് ഇനി ഇത് ആവശ്യമില്ല, ഇത് വേണമെങ്കിൽ ഡിലീറ്റ് ചെയ്യണം, ഇത് ചെയ്യാം. എന്തായാലും ഇതാണ് ഇതിലുള്ളതെല്ലാം ഇതിലുണ്ട്. ഇത് കെട്ട് കഴിച്ച ഫോൾഡറാണ്, ഇത് കെട്ടിക്കൂട്ടിയ ഫോൾഡറാണ്, അങ്ങനെ മനസ്സിലാക്കണം. അപ്പോൾ ഇനി ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് വീണ്ടും WP1 മലയാളം കാണുന്നുണ്ട്. ഇതിനകത്ത് ഇത്രയും ഫോൾഡറുകളുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ആക്ടിവിറ്റി എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ കിട്ടുന്ന ഫയൽ ഇവിടെ PDF ആയിട്ട് കിട്ടി ഉണ്ടോ. ഇതാണ് നമ്മുടെ ഇപ്രാവശ്യം ചെയ്യാനുള്ള ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് എന്ന് പറയുന്ന ഒരു ഫയൽ. ഇത് ചെയ്യാനുള്ള റിസോഴ്സുകൾ, ഇപ്പോൾ ഈ ഒരു ഫാമിലിയുടെ ഫോട്ടോ നമുക്കിത് ചെയ്യാൻ ആവശ്യമാണ്. അപ്പോൾ അത് റിസോഴ്സസ് എന്നത് ഫോൾഡറിനകത്തുണ്ടാവും ഉണ്ടോ. ഒരു PNG ഫയലുണ്ട്. ഇതാണ് നമുക്ക് ആവശ്യമുള്ള ചിത്രം, അതിലേക്ക് ആവശ്യമുള്ളത്. അത് എങ്ങനെയാണ് മോഡൽ എന്നുള്ളത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാലുള്ള മോഡൽ, ഈ താഴെ ടെക്സ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലുണ്ട്. ഈ ചിത്രമാണ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി വരിക. അപ്പോൾ ഇനി നമ്മൾ തിരിച്ചു പോകാം. പിന്നെ ഹെൽപ്പ് ഫയൽ എന്നുള്ളൊരു ഫോൾഡർ, ഇതെല്ലാ ആക്ടിവിറ്റികളും ഇങ്ങനെ ഇത് വരും. ഹെൽപ്പ് ഫയൽ എന്ന ഫോൾഡറിനകത്ത് ഈ വർക്ക് എങ്ങനെ ചെയ്യാം എന്നത് വിശദമാക്കുന്ന ഒരു PDF ഫയൽ ഉണ്ടാവും. അപ്പോൾ ഇത് വായിച്ചിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓരോന്നും എങ്ങനെ ചെയ്യാം എന്നുള്ളത് ഇതിലുണ്ട്. ഇതാണ് നമ്മുടെ മെറ്റീരിയൽ. നമ്മൾ വർക്ക് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് പറയുന്ന PDF ഫയലാണ്. ഇനി PDF ഫയൽ പോരാ, നമുക്ക് കണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനുള്ള 2 പാർട്ടിലായിട്ട് ഇതിൻ്റെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ കാണണം, ഇത് കോഴ്സാണല്ലോ. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ വോളിയം മ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ 2 വീഡിയോ ആയിട്ട് ഈ ആക്ടിവിറ്റി ചെയ്യാനുള്ള വീഡിയോ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള എല്ലാം തന്നിട്ടുണ്ട്. ഡൗൺലോഡ്സിൽ നിന്ന് തിരിച്ചു പോകാം. അപ്പോൾ ഇതാണ് സംഭവം. ഇനി ആ വീഡിയോ കണ്ട് നമ്മൾ ആക്ടിവിറ്റി ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ള കയ്യിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് നമ്മൾ ഈ കോഴ്സിൽ തുടങ്ങുമ്പോൾ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറയാനാണ്. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി നമ്മൾ ഡൗൺലോഡ് ചെയ്തു, അത് എക്സ്ട്രാക്ട് ചെയ്തു, അത് റിസോഴ്സുകളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി നമ്മളിപ്പോൾ ഇതിൽ പറയുന്നത് ഒരു റൈറ്റർ തുറന്നിട്ടാണ്. അപ്പോൾ റൈറ്റർ തുറന്നിട്ട് നമുക്കിപ്പോൾ പിക്ചർ ഇൻസേർട്ട് ചെയ്യണം എന്നുള്ളത് റിസോഴ്സ് ഫോൾഡർ എന്ന് പറയുന്നത് എവിടെയാണ്. അപ്പോൾ ഇൻസേർട്ട് ഇമേജ്. ഇനി നമ്മുടെ റിസോഴ്സ് ഇപ്പോൾ എവിടെയാണ്, ഞാൻ ഡൗൺലോഡ്സ് തന്നെ ഉള്ളത്. ഡൗൺലോഡ്സിൽ WP1 വീണ്ടും അതിനകത്ത് റിസോഴ്സിനകത്ത് ഈ ചിത്രം ഉണ്ടാവും. പലർക്കും സംശയം അങ്ങനെയൊക്കെയാണ്. ഈ family.png ഇത് ഓപ്പൺ ചെയ്താൽ റൈറ്ററിനകത്ത് നമ്മുടെ ചിത്രം വന്നു. അപ്പോൾ ആക്ടിവിറ്റികൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഇനി ഞാൻ തിരിച്ച് കൂൾ ലോഗിൽ തന്നെ പോവുകയാണ്. നമ്മളിപ്പോൾ കൂൾ ലോഗിൽ ഈ WP1 മാത്രമാണ് ഡൗൺലോഡ് ചെയ്തത്. ഇനി നമുക്ക് ഇപ്പോൾ തന്നെ വേണമെങ്കിൽ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമുക്ക് വൈഫൈ കിട്ടുമ്പോൾ എല്ലാം ഡൗൺലോഡ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വായിക്കാം. ഇവിടെ നമ്മൾ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഈ ആക്ടിവിറ്റി ഹെൽപ്പ് ഫയലൊക്കെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡൗൺലോഡ് ചെയ്താൽ കിട്ടുന്നത് തന്നെയാണ് ഇവിടെ കാണാം. നമുക്ക് ഇവിടുന്ന് ചെയ്യണമെന്നില്ലല്ലോ, ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ സമയം പോലെ ചെയ്യാമല്ലോ. അപ്പോൾ WP2 ഡൗൺലോഡ് ഫോർ ഓഫ്ലൈൻ യൂസ് ML ഇതിൽ ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത് തന്നെയാണ്. അപ്പോൾ ഇതിൽ കണ്ടോ, WP1 നേരത്തെ നമ്മൾ ഡൗൺലോഡ് ചെയ്താണ്. ഇപ്പോൾ WP2 ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ ഇത് 6 ഇപ്പോൾ തന്നെ ചെയ്തു വെച്ചാൽ ഈ ഒരാഴ്ചക്കുള്ളതായി. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മുഴുവൻ ഡൗൺലോഡ്സിൽ വരും. ഇത് ആ ഡൗൺലോഡിങ് കഴിയുന്നതോടുകൂടെ ഡൗൺലോഡ്സിൽ അത് കാണാം. ഇപ്പോൾ WP2 ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട്
എക്സ്ട്രാക്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതാണ് നമുക്ക് ലഭ്യം. ഇതിൽ നിന്ന് നമുക്ക് ഇമേജുകൾ ഡയറക്റ്റ് കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് ഇത് ഇങ്ങനെ എക്സ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് ഡിലീറ്റ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ ഒരു ഫോൾഡറിനകത്തും അതിന് അടുത്ത ഫോൾഡർ WP2 ഉണ്ടാവും. അങ്ങനെ ഇങ്ങനെ ഇവിടെ നിന്നുകൊണ്ട് നമുക്കിത് കൈകാര്യം ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് റിസോഴ്സ് ഫോൾഡർ കാണേണ്ടത്. അപ്പോൾ ഒരു തുടക്കം എന്നുള്ള നിലയ്ക്ക് ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം, എങ്ങനെ ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞു കഴിഞ്ഞത്.